മാളയിലെ ചരിത്രപ്രസിദ്ധമായ ജൂത സിനഗോഗ കെട്ടിടത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുയർന്ന അനാസ്ഥ ആരോപണങ്ങളിൽ പ്രതികരണവുമായി മുസരിസ് പ്രൊജക്ട് ലിമിറ്റഡ് രംഗത്തെത്തി. കെട്ടിടത്തിന്റെ സംരക്ഷണ ചുമതലയുള്ള ഏജൻസിയുടെ വിശദീകരണം ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. കേരള പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മാള ജൂത സിനഗോഗിന്റെ സമഗ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതിനായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്നും മുസരിസ് പ്രൊജക്ട്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം ജൂൺ 12-നാണ് സിനഗോഗ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണത്. ഒരു വർഷം പിന്നിട്ടിട്ടും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത സാഹചര്യത്തിൽ പുനരന്വേഷണവും ശാസ്ത്രീയ പുനരുദ്ധാരണവും ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്ത് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ മുസരിസ് പ്രൊജക്ട്സ് ലിമിറ്റഡിനോട് റിപ്പോർട്ട് തേടിയ ജില്ലാ കളക്ടർക്ക് നൽകിയ വിശദീകരണത്തിലാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഏകദേശം 1 മാസത്തോളം പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിട്ടതായി അറിയിച്ചത്. മേൽക്കൂര പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ തേക്ക് തടികൾ സംരംഭിച്ചതിന് ശേഷമേ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂവെന്നും ആവശ്യമായ മരപ്പണികൾ പൂർത്തിയാക്കുന്നതിനോടൊപ്പം മറ്റ് അറ്റകുറ്റപ്പണികളും സമയബന്ധിതമായി നടപ്പാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മേൽക്കൂരയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അടിയന്തര നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് നേരത്തെ ഗ്രാമപഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിരുന്നുവെങ്കിലും സമയബന്ധിതമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും ഇതാണ് പിന്നീട് മേൽക്കൂര തകർന്നു വീഴാൻ കാരണമായതെന്നും ഷാൻഡി ജോസഫ് തട്ടകത്ത് ആരോപിച്ചു. മാളയിലെ ചരിത്ര പ്രാധാന്യമുള്ള ജൂത സിനഗോഗിന്റെ സംരക്ഷണം, പുനരുദ്ധാരണം, വികസനം എന്നിവയിൽ മുസരിസ് പ്രൊജക്ട്സ് ലിമിറ്റഡ് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും മാനേജിംഗ് ഡയറക്ടർ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നു. മീഡിയ ടൈം, മാള.